എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു. റിസൾട്ട് പബ്ലിഷ് ചെയ്തു. കേരള results.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി ഇപ്പോൾ അപേക്ഷിക്കാം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കെതിരെ വീഡിയോയിലേക്ക് പോകുന്നതിനായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ അവിടുത്തെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്കസ് ചെയ്യുന്ന റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ്. ഇപ്പോൾ അപേക്ഷിക്കാം വിദ്യാർത്ഥികളുടെ എന്നതും മുഴുവൻ സംശയം. റീവാലുവേഷൻ്റെ ആദ്യം ഫീ സ്ട്രക്ചറസിൻ്റെ കാര്യം പറയാം. റീവാലുവേഷൻ്റെ ഫീ എന്ന് പറയുന്നത് 500 കേട്ടോ. റീവാലുവേഷൻ്റെ ഫീ 500, ഫോട്ടോ കോപ്പിക്ക് 300 രൂപയും സ്ക്രൂട്ടണിക്ക് 100 രൂപയുമാണ് രജിസ്ട്രേഷൻ. അതായത് ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഇത് എഴുതാനും പറ്റുന്നില്ലല്ലോ. 500 ഓക്കെ, ഒപ്പിച്ച് കേട്ടോ. 300, 100. റീവാലുവേഷന് 500 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപ, സ്ക്രൂട്ടണിക്ക് 100 രൂപ എന്നീ രീതിയിലാണ് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിനായി അപേക്ഷ സമർപ്പിക്കുക. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളുകളിൽ പോയിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ എന്ത് ചെയ്തത് എക്സാമിന് രജിസ്റ്റർ ചെയ്തത്, അതായത് നിങ്ങളിപ്പോൾ +2 എഴുതിയ സ്കൂളിൽ, അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഞാൻ പരീക്ഷ സെൻറ്റർ എനിക്ക് കിട്ടിയത് മറ്റൊരു സ്കൂളിലാണ്, അപ്പോൾ ആ പരീക്ഷ എഴുതിയ സെൻറ്ററിലാണോ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. അല്ല, നിങ്ങൾ +2 പഠിച്ചിറങ്ങിയ സ്കൂളാണ്, നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാം നിങ്ങൾ എഴുതിയ സ്കൂളിലാണ് നിങ്ങൾ ഈ 3 റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് എന്നിവ രജിസ്റ്റർ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയുടെ ഡേറ്റ് എത്രാം തീയതി വരെ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാലും റീവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും അപേക്ഷിക്കാനുള്ള ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, സൈറ്റിൽ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം സൈറ്റിൽ വന്നിട്ടുണ്ട്. എപ്പോഴാണ് സമർപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു ഡേറ്റ് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ അത് വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്തെത്തിക്കും. അപ്പോൾ അതിൻ്റെ ഫോം ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അതിലെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ ചെന്നിട്ട്, അതായത് നിങ്ങൾ +2 എഴുതിയത്, നിങ്ങൾ +2 ഏത് സ്കൂളിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് എഴുതിയത് ആ സ്കൂളിൽ ചെന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റീവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. റീവാലുവേഷൻ 500 രൂപ, സ്ക്രൂട്ടണിക്ക് 300 രൂപ, സ്ക്രൂട്ടണിക്ക് 100 രൂപ, ഫോട്ടോ കോപ്പിക്കാണ് 300 രൂപ. റീവാലുവേഷൻ 500 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപ, സ്ക്രൂട്ടണിക്ക് 100 രൂപ എന്ന തോതിലാണ് വിദ്യാർത്ഥികൾ ഇതിനായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും എപ്പോഴാണ് അപേക്ഷ അവസാനിക്കുക എന്നും സംബന്ധിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് നമ്മൾ കൃത്യമായി ഈ ചാനലിലൂടെ എത്തിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.